ദേശാഭിമാനിയുടെ ഈ സൺഡേ സപ്ലിമെൻ്റ് കാത്തിരിക്കുന്ന ധാരാളം വായനക്കാരുണ്ട്. അത് കണ്ടില്ലെങ്കിൽ ഞായറാഴ്ച അവർക്ക് ഉറക്കം വരത്തില്ല. പക്ഷേ അന്ന് വാരാന്തപ്പതിപ്പുണ്ടായില്ല. അപ്പോൾ എന്താ കാരണമെന്ന് അന്വേഷിച്ചു. പത്രം ഇറങ്ങി, പക്ഷേ വാരാന്തപ്പതിപ്പില്ല. വാരാന്തപ്പതിപ്പില്ലാത്ത ഞായറാഴ്ചത്തെ പത്രമോ? അങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഇങ്ങനെയൊരു ലേഖനം ഇതിൽ ഉൾപ്പെടുത്തിയെന്നോ ഉൾപ്പെടുത്താൻ നോക്കിയെന്നോ അത് കണ്ടുപിടിച്ചെന്നോ ഒക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇനി ആ ലേഖനം സൺഡേ സപ്ലിമെൻ്റ് വന്നാൽ കുഴപ്പമെന്താ? ഈ കള്ളൻ വിജയനെന്ന് ഒരു നാടകപ്രവർത്തകനെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഈ ശീർഷകവുമായിട്ടൊരു ലേഖനം ദേശാഭിമാനിയിൽ വന്നാൽ അത് നമ്മുടെ പിണറായി വിജയനെക്കുറിച്ചാണെന്ന് വർണ്ണ്യത്തിൽ ആശങ്ക തോന്നുമെന്നും അത് പ്രശ്നമാകുമെന്നും പാർട്ടിക്ക് തോന്നി. അപ്പോഴാണ് അത് പിൻവലിച്ചത്. അല്ലെങ്കിൽ വാരാന്തപ്പതിപ്പ് അടിക്കണ്ടെന്നോ അല്ലെങ്കിൽ അടിച്ചാൽ തന്നെ വിതരണം ചെയ്യേണ്ടെന്നോ തീരുമാനിച്ചത് അപ്പോഴാണ്. ഇത് നാട് മുഴുവൻ അറിഞ്ഞു. നാണക്കേടായി. ഒരാഴ്ചയായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ തട്ടിക്കളിക്കുക.